ഹൈ ഡിയേഴ്സ്, നമുക്ക് വെണ്ടയ്ക്ക തോരൻ വെച്ചാലോ? വെക്കാം. ഹൈ ഡിയേഴ്സ്, നമുക്കിന്നൊരു നല്ല സൂപ്പർ വെണ്ടയ്ക്ക തോരൻ വെച്ചാലോ? അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ഫ്രൈ ഒക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട്, മെഴുക്കുവരട്ടി ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം പോയി കാണണം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടൊരു വെണ്ടയ്ക്ക തോരൻ എങ്ങനെ വെക്കാം. അപ്പോൾ ഞാൻ ഒരു 10-25 വെണ്ടയ്ക്ക് ഞാൻ ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ചേരുവകളോ നോക്കാം. ഞാൻ ഒരു സവാള എടുത്തു, അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു. പിന്നെ നമുക്ക് ഞാൻ അരച്ച് വെച്ചു എന്ന് വെച്ചാൽ പിന്നെ സമയം പോണ്ടെന്ന് വിചാരിച്ചു. നമ്മുടെ ആവശ്യത്തിന് തേങ്ങ, ഞാൻ ഒരു 6-7 സ്പൂൺ തേങ്ങ എടുത്തിട്ട് അതിനകത്ത് 4 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൊണ്ടിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്കിതിലൂടെ ചേരേണ്ടത്. അപ്പം നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. പിന്നെ നമുക്ക് ഈ സവാളയും കൂടെ കൊണ്ടിടാം. സവാള നല്ലതുപോലെ നമുക്ക് വഴറ്റിയിട്ട് നമ്മുടെ വെണ്ടയ്ക്കയുടെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും. എണ്ണ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചാലും മതി. കുറച്ച് കടുക് പൊട്ടിക്കാൻ വേണ്ടി പാത്രം. അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, വെണ്ടയ്ക്കയുടെ ഗുണങ്ങളൊക്കെ ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയൊന്നും പറയുന്നില്ല. എല്ലാവരും ആ റെസിപ്പിയൊക്കെ ഒന്ന് പോയി കാണും. വെണ്ടയ്ക്ക സൂപ്പ് വരെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറാനുള്ള വിദ്യ പറഞ്ഞു തന്നിട്ടുണ്ട്. നാരങ്ങ നീരോ വിനാഗിരിയോ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വഴുവഴുപ്പ് മാറും. എല്ലാം ഞാനത് ട്രിക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടിനകത്ത് ചേർക്കാം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ആഡ് ചെയ്ത്, ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കേട്ടോ. നമ്മൾ അരപ്പിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും നമ്മുടെ ഈ ഉള്ളിക്കകത്തും ഈ സവാളയ്ക്കകത്തും ഈ വെണ്ടയ്ക്കകത്തും ഒരു മഞ്ഞ കളർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി, അപ്പോൾ അത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഇപ്പോഴും നല്ലത്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇടാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക അതിനകത്തിട്ടിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു. നിങ്ങൾക്ക് വിനാഗിരിയോ നാരങ്ങ നീരോ എന്താ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഒട്ടത്തില്ല കണ്ടോ, വിട്ട് കിടക്കാം, നൂല് പോലുള്ളത് വരത്തില്ല. ഓക്കെ, നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്കിനി വെള്ളം ഒന്നും ഒഴിക്കണ്ട. ഇതിനകത്ത് വെണ്ടയ്ക്കൊക്കെ വലിയ വേവില്ലല്ലേ. ഇത് കിടന്നൊന്ന് വേവട്ടെ. നല്ല കറക്റ്റായി ഉള്ളി നമ്മൾ അരപ്പിട്ടിട്ടില്ല, ഇവിടെ കഴിച്ചിടും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്. നമ്മൾ ആദ്യം ഒഴിച്ച കടുകുട്ടിക്കുള്ള വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് നമ്മളവിടെ എല്ലാം വാടി അത് വിട്ട് കിടക്കുന്നുണ്ട്. എല്ലാം സൂപ്പറായിട്ട്. ഇനി നമുക്കെന്താ വെച്ചാൽ അറിയാം, ഒരു 3/4 ഭാഗം വെന്ത്. ഇനി നമുക്ക് നമ്മുടെ ഈ അരപ്പ് ഇടാം. പച്ചമുളകും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർച്ചിട്ടുള്ളൂ, തേങ്ങ കേട്ടോ, വേറെ ഒന്നും ചേർക്കത്തില്ല. ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ ഇതാ ഫൈനൽ ഘട്ടത്തിലേക്കായിരിക്കുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതല്ല, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഒന്ന് കുറച്ചുകൂടെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ടേസ്റ്റി വെണ്ടയ്ക്ക തോരൻ ഇതാ റെഡി. കണ്ടോ, ഒരു നൂലും വീശൊന്നും ഇല്ല കണ്ടോ. കാരണം വെണ്ടയ്ക്ക നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു നൂല് വീശലുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ആ വിനാഗിരി വേണ്ടി ഒഴിച്ചാൽ നാരങ്ങ നീരായാലും മതി കേട്ടോ. നാരങ്ങ ഇവിടെ തീർന്നുകൊണ്ടാണ് വിനാഗിരി. ഓക്കെ, അപ്പോൾ കണ്ടോ കറക്റ്റ് പെർഫെക്റ്റ്. നമ്മൾ ആ പച്ചമുളക് ചതച്ചിട്ടുണ്ടായി, നല്ല ലുപ്പ് എരിയും പിടിച്ചു. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് 4-8-10 പച്ചമുളകൊക്കെ ചതയ്ക്കാം കേട്ടോ. ഇവിടെ നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, അത് 4 ഓക്കെ. വേണമെങ്കിൽ കീറിയിടാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇതിന് വേണം നിങ്ങൾക്ക് ഒരു ഇച്ചിരി ടേസ്റ്റി ആക്കാം. നോൺ വെജ് കഴിക്കുന്നവർക്ക് പിന്നെന്താ മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിനകത്ത് കേട്ടോ. വെണ്ടയ്ക്ക മുട്ട തോരൻ വെക്കാം, പല രീതിയിലും ചെയ്യാം. അപ്പം നമുക്കിനി ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്തു. ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക തോരൻ. നല്ല ടേസ്റ്റി ഹെൽത്തി ആയ തോരൻ. വളരെ ഈസിയാണ്, പെട്ടെന്ന് എനിക്കൊന്നൊരു 10 മിനിറ്റ് എല്ലാം കൂടെ ആയുള്ളൂ കേട്ടോ. അപ്പം വെണ്ടയ്ക്ക വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും ഒരു വെറൈറ്റി ആയിട്ട്, എപ്പോഴും മെഴുക്കുവരട്ടി ആവാതെ ഇതൊരു തോരനോട് ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഹൈപ്പും ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പം നാളെ ഒരു പുതിയ റെസിപ്പിയുമായി വരാം.